dear aspirants, welcome to TOS Academy. അപ്പോൾ നമ്മൾ LP UP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകൾക്കാണ് അല്ലേ. അപ്പോൾ LP UP എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടി TOS അക്കാഡമി ഒരു ഫ്രീ ആയിട്ടുള്ള PSC മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. SCERT ക്ലാസ്സിലെ 5th, 6th, 7th ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും ഈ പറയുന്ന ഒരു PSC മോഡൽ എക്സാം. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. December 17th നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു LP UP മാരത്തോൺ പോലെ SCERT 5, 6, 7 എല്ലാ സബ്ജക്റ്റിലെയും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്ത് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ടോസ് അക്കാഡമിയിൽ നമ്മൾ LP UPയുടെ റെഗുലർ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ LDCയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നു. അടുത്ത LP UP നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. LP UPക്ക് വേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ടോസ് അക്കാഡമി ഒരു ടെലിഗ്രാം ചാനലും റൺ ചെയ്യുന്നുണ്ട്. ധാരാളം ക്വസ്റ്റ്യൻസും വീഡിയോസും ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലൂടെ അവൈലബിൾ ആയിരിക്കും. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. കോച്ചിങ് എടുക്കാൻ താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. SCERT പോലുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാമിന് എന്നുള്ളത് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് ജീവശാസ്ത്രവുമായിട്ട് റിലേറ്റ് ചെയ്ത 5th സ്റ്റാൻഡേർഡിലെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്ത് പോകുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ വീഡിയോസ് കാണുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്യുക. PSC മോഡൽ എക്സാമിന് വേണ്ടി നല്ല റാങ്കിൽ വരാൻ വേണ്ടി തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സസ്യലോകത്തെ അടുത്തറിയാം. അപ്പൊ ഇതിന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നോക്കുക. സോ പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? ഇലകളിൽ വെച്ചിട്ട് സസ്യങ്ങള് സൂര്യപ്രകാശത്തിന്റെ ഒക്കെ പ്രസൻസിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം അല്ലെ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതെന്ന്. സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ. ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു അല്ലെ. ഏത് വാതകമാണ് വലിച്ചെടുക്കുന്നത്? കാർബൺ ഡയോക്സൈഡ് എന്ന വാതകം. ഇതെല്ലാം ചെയ്യുന്നതിന് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഇലകളിൽ വെച്ചാണ് ആഹാരം നിർമ്മിക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? ഇലകളിൽ വെച്ചിട്ടാണ്. ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിന്റെ സഹായം സൂര്യപ്രകാശവും വേണം. കണ്ടോ? അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ക്ലോറോഫിൽ, ഹരിതകം എന്ന വർണ്ണവസ്തുവും അതേപോലെ സൂര്യപ്രകാശവും സൺലൈറ്റും വേണം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഇതോടൊപ്പം ഓക്സിജൻ. അപ്പൊ ഉൽപ്പന്നം ഗ്ലൂക്കോസും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഓക്കെ. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു. ഓക്കെ. അപ്പൊ പകൽ സമയത്ത് ഓക്സിജൻ എടുക്കുന്നത് അല്ലെങ്കിൽ ശ്വസിക്കുന്ന കാർബൺ ഡയോക്സൈഡും പുറത്തുവിടുന്നത് ഓക്സിജനുമാണ്. പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു. എന്താണ്? ഗ്ലൂക്കോസിനെ പിന്നീട് എന്താക്കി മാറ്റുന്നു? അന്നജമാക്കി മാറ്റുന്നു. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങളെ സ്വപോഷികൾ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ സസ്യങ്ങൾ എന്താണ്? സ്വപോഷികൾ, ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് ഫസ്റ്റ്. അപ്പൊ അന്തരീക്ഷത്തിൽ അപ്പൊ എന്താണ് ഫോട്ടോസിന്തസിസ് നമുക്ക് നോക്കാം. സോ കാർബൺ ഡയോക്സൈഡ് പ്ലസ് ജലം അല്ലെ. ഫോട്ടോസിന്തസിസിന്റെ ഇക്വേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം അല്ലെ. സമവാക്യം അല്ലെങ്കിൽ സൂത്രവാക്യം എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ H2O ഗീവ്സ് എന്തിന്റെ പ്രസൻസിൽ ഇമ്പോർട്ടന്റ് ആണ്? സൂര്യപ്രകാശവും ഹരിതകം, ക്ലോറോഫിലും സൺലൈറ്റിന്റെ പ്രസൻസിൽ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക? ഓൾറെഡി പറഞ്ഞു അല്ലെ. ഗ്ലൂക്കോസും ഓക്സിജനും. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു സസ്യങ്ങൾ ഈ പറയുന്ന വാതകങ്ങൾ എടുക്കുന്നത് ഒരു ചെറിയ സുഷിര
സുഷിരങ്ങളിലൂടെയാണ് അല്ലെ. അപ്പൊ എന്താണ് ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് അല്ലെ. ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചില സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ബീൻ പോലെ ഇരിക്കും. അതിന്റെ ശരിക്കുമുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് ഹയർ ക്ലാസ്സുകളിൽ പഠിച്ചാൽ മതി. ഇപ്പൊ ആസ്യരന്ധ്രം എന്താണെന്ന് മനസ്സിലാക്കുക. ഇലകളിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളാണ്. എന്തിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്? വാതക വിനിമയത്തിന് വേണ്ടിയിട്ട് അല്ലെ. ഈ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയൊക്കെ അതിന്റെയൊക്കെ ശ്വസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മളല്ല, ഈ പറയുന്ന സ്റ്റൊമാറ്റോ. ചെടികളിലുള്ള സുഷിരങ്ങളാണ്, അതാണ് സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഹരിതക സസ്യങ്ങൾ പകൽ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, കൺഫ്യൂസിംഗ് ആക്കി കളയാം. ശ്രദ്ധിക്കുക. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. അപ്പൊ രാത്രി എന്താണ്? ഓക്സിജൻ പുറത്തുവിടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ രാത്രി മരച്ചുവട്ടിൽ അങ്ങനെ ഒത്തിരി നേരം ഒന്നും കിടക്കരുതെന്ന് പൊതുവെ പറയാറുള്ളത് അല്ലെ. ഇനി സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും. അപ്പൊ രാത്രിയില് ചെടികള് അടക്കമുള്ള എല്ലാ ജീവികളും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് ആണ് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ സസ്യങ്ങൾ പ്രത്യേകിച്ചും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു രാത്രിയില്. പകല് കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഓക്കെ, നമുക്ക് പരാദങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ എന്താണ് പരാദങ്ങൾ എന്ന് പറഞ്ഞാൽ നോക്കുക. പല വെറൈറ്റികളുണ്ട്. അർദ്ധപരാദമുണ്ട്, പൂർണ്ണ പരാദമുണ്ട്, അതേപോലെ ഓക്കെ. അപ്പൊ നോക്കുക, അർദ്ധപരാദത്തിന് എക്സാമ്പിളുകളാണ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. അർദ്ധപരാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോട് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാദങ്ങൾ, അല്ലെങ്കിൽ ഇത്തിൽ കണ്ണിയാണ് അതിന് എക്സാമ്പിൾ കേട്ടോ. ഇത്തിൽ കണ്ണി എന്തിന് എക്സാമ്പിൾ ആണ്? അർദ്ധപരാദങ്ങൾക്ക്. ആതിഥേയ സസ്യങ്ങൾ ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാദങ്ങൾ. അപ്പൊ അർദ്ധപരാദങ്ങൾ ആ ചെടിയിലെ ജലവും ലവണവും വലിച്ചെടുക്കും, പക്ഷെ അവർ സ്വന്തമായിട്ട് അവർക്ക് വേണ്ട ആഹാരം നിർമ്മിക്കും. എന്നാൽ പരാദങ്ങൾ എന്താ ചെയ്യുന്നത്? ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കും. അതാണ് എക്സാമ്പിൾ ആണ് മൂടില്ലാത്ത ആളി. ഓക്കെ, അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. ക്ലിയർ ആണല്ലോ. ഇനി നോക്കുക, ഈ ചിത്രത്തിൽ ചില സസ്യങ്ങൾ നോക്കി. നിയോട്ടിയ, മോണോട്രോപ്പ എന്നൊക്കെ നമ്മൾ പറഞ്ഞ രണ്ട് സസ്യങ്ങളുണ്ട്. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പം ഈ സസ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? അവ നമ്മൾ വിളിക്കുന്ന പേരാണ് ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റുകൾ എന്ന് വിളിക്കും. എന്താണ് ശവോപജീവികൾ? അതായത് എന്താണ്? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്തിട്ടാണ് ഇവ വളരുന്നത്. പൂപ്പലുകൾ ഒരു എക്സാമ്പിൾ ആണ് എന്തിന്? ശവോപജീവികൾക്ക്. അതേപോലെ കൂണ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ശവോപജീവികൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. നിയോട്ടിയ, മോണോട്രോപ്പ, കൂണ്, പൂപ്പലുകൾ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ശവോപജീവികൾക്ക് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ. ഇനിയാണ് ആരോഹികൾ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ് എന്ന് പറയും. എന്താണ് ആ പേര്? ക്ലൈംബർ എന്ന് നമുക്കറിയാം. എന്നാൽ പയർ ഒക്കെ നമുക്ക് എന്താ അറിയാം? ഈ പയർ ചെടികളൊക്കെ എന്താണ്? ക്ലൈംബേഴ്സ് ആണ്. മറ്റ് ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ എന്ന് പറയും. ദുർബല കാണ്ഡം എന്ന് വെച്ചാൽ സ്റ്റെം അല്ലെ. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ അല്ലെങ്കിൽ ടെൻഡ്രിലുകൾ എന്ന് വിളിക്കുന്നു. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത്. കുരുമുളക്, പാവൽ, പടവലം എന്നിവയൊക്കെ ആരോഹികളാണ്. ക്ലൈംബേഴ്സിന് എക്സാമ്പിൾ കുരുമുളക്, പടവലം, പാവല്, മേന്തോന്നി അല്ലെങ്കിൽ ഗ്ലോറിയോസ എന്നൊക്കെ പറയുന്ന എന്തിന് എക്സാമ്പിൾ ആണ്? ആരോഹികൾക്ക് ക്ലൈംബേഴ്സ് ബേസിക്കലി. അപ്പൊ ക്ലൈംബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിന് എന്താ പറയാ? പ്രധാനങ്ങൾ അല്ലെങ്കിൽ ടെൻഡ്രിൽസ് എന്ന് പറയും. അടുത്താണ് ഇഴവള്ളികൾ, ക്രീപ്പേഴ്സ്. എന്താണ് ക്രീപ്പേഴ്സും ക്ലൈംബേഴ്സും സെയിം ആണോ? അല്ല. ക്രീപ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നിലത്ത് പടർന്ന് വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ്. ഇത് മറ്റൊന്നിലേക്ക് കയറി പോവൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ നിലത്ത് പടർന്ന് വളരുകയാണ് ചെയ്യുന്നത്. മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി എന്നിവയൊക്കെ ഇഴവള്ളികളാണ് അല്ലെങ്കിൽ
ക്രീപ്പേഴ്സ് ആണ്. ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഉണ്ടായിരിക്കില്ല. കൊടങ്ങല്, സ്ട്രോബെറി, മധുരക്കിഴങ്ങ്. എക്സാമ്പിളുകൾ ഓർത്തു വെച്ചിരിക്കുക, പ്രത്യേകിച്ച് ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എക്സാമ്പിൾ. ഓക്കെ. ഇനി വേരിലെ വൈവിധ്യം. പേരാല്, ആറ്റുകൈത. ഇത് നിങ്ങൾ നോക്കിക്കേ, ഈ വേര് നോക്കിക്കേ, രണ്ടും വ്യത്യാസമുള്ള രീതിയിലാണ് അല്ലെ. ഇത് പേരാലാണ്, ഇത് ആറ്റുകൈതയാണ്. എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. പ്രോപ്പ് റൂട്ട് ആൻഡ് സ്റ്റിൽറ്റ് റൂട്ട്. ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുത്തുന്നു. മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. കണ്ടോ, താങ്ങുവേര്. ഇപ്പൊ ജലവും ലവണവും വലിച്ചെടുക്കാൻ മാത്രമല്ല എന്ത് വേരുകൾ അല്ലെ, ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുന്നു. അപ്പൊ മണ്ണിന് മുകളിൽ, സാധാരണ വേരുകൾ മണ്ണിന് താഴെയാണ് അല്ലെ, മണ്ണിന് മുകളിൽ കാണപ്പെടുന്ന വേരുകളെയാണ് നമ്മൾ താങ്ങുവേരുകൾ എന്നും പൊയ്ക്കാൽ വേരുകൾ എന്നും വിളിക്കുന്നത്. പേരാലിൽ കാണപ്പെടുന്ന താങ്ങുവേരുകളാണ്. പേരാൽ, ബനിയൻ ട്രീയിലൊക്കെ നമുക്ക് കാണുന്ന എന്താണ്, താങ്ങുവേരുകളാണ്. ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ്. അത് ആ ചെടിയെ താങ്ങി നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ കൈതയിലെ വേരുകളോ തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക്. ഇത്തരം വേരുകൾ പൊയ്ക്കാൽ വേരുകൾ എന്നും വിളിക്കുന്നു. അപ്പൊ പൊയ്ക്കാൽ വേര് ഏതിലാണുള്ളത്, ആറ്റുകൈതയിലൊക്കെ അല്ലെ. അതേപോലെ താങ്ങുവേരുള്ളത് എവിടെയാണ്, പേരാലിലാണ്. പ്രോപ്പ് റൂട്ടും സ്റ്റിൽറ്റ് റൂട്ടും ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ. ഇനി കണ്ടൽ ചെടി, മാൻഗ്രൂവ്സ്. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. ഇവിടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു കിടക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾ ശ്വസന വേരുകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ശ്വസന വേരുകൾ ഉള്ളത് എവിടെയാണ്, കണ്ടൽ ചെടികളിലാണ് അല്ലെങ്കിൽ മാൻഗ്രൂവുകളിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ കടലുണ്ടി ആ ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഇത് കാണാം, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ അതിന്റെ വേരുകൾ എന്താണ്, ശ്വസിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ഇതേപോലെ അന്തരീക്ഷത്തിലേക്ക് ചെറുതായിട്ട് പൊന്തിയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഓക്കെ. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾ ശ്വസന വേരുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. ഇനിയുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേരുകളിൽ ഒരു വെറൈറ്റി ആണ് സംഭരണ വേരുകൾ, ഭൂകാണ്ഡങ്ങൾ. സംഭരണ വേരുകൾ എന്ന് വെച്ചാൽ സ്റ്റോറേജ് റൂട്ട് അല്ലെ. ഭൂകാണ്ഡങ്ങൾ എന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം. കാണ്ഡം എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റെം ആണ് അല്ലെ. ഭൂകാണ്ഡങ്ങൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മുകൾ. അല്ലെങ്കിൽ സംഭരണ വേരുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ്, സംഭരണ വേരുകൾ, സ്റ്റോറേജ് റൂട്ട്. അപ്പൊ വേരിലാണ് മരച്ചീനി അതിന്റെ ആഹാരം സംഭരിച്ചു വെക്കുന്നത്. നോക്കിയപ്പോ മരച്ചീനി എന്തിന് എക്സാമ്പിൾ ആണ്, സംഭരണ വേരുകൾ, പഠിച്ചിരിക്കണം. ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. ഇനി എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. കണ്ടോ, എല്ലാ കിഴങ്ങ് വർഗ്ഗവും സംഭരണ വേരുകളല്ല. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഭൂകാണ്ഡത്തിന് എക്സാം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് എന്ന് വെച്ചാൽ രൂപാന്തരം പ്രാപിച്ച എന്താണ്, കാണ്ഡമാണ് കേട്ടോ. മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഉരുളക്കിഴങ്ങ് എന്തിന് എക്സാമ്പിൾ ആണ്, ഭൂകാണ്ഡങ്ങൾക്ക്. മരച്ചീനി എന്തിന് എക്സാമ്പിൾ ആണ്, സംഭരണ വേരുകൾക്ക് എക്സാമ്പിൾ ആണ്. പ്രത്യേകം എടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ. സോ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് വിത്തിനുള്ളിലെ ജീവൻ. ഓക്കെ. അപ്പൊ എന്താണ് ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. സോ എന്താണ് സീഡ് ജെർമിനേഷൻ അല്ലെങ്കിൽ വിത്ത് മുളയ്ക്കൽ എന്ന് പറയുന്നത്? എന്താണ്, ജസ്റ്റ് ആ പേരിൽ പറഞ്ഞിരിക്കുന്ന പോലെ എന്താണ്, ഒരു വിത്തിൽ നിന്നും ഒരു സസ്യം വളർന്നു വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പ്രക്രിയയാണ് നമുക്ക് വിത്ത് മുളയ്ക്കൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു ചെടി കൊണ്ട് നടുമ്പോൾ അല്ലെ, ഒരു വിത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്ന, ഒരു ചെടി, ഒരു വലിയൊരു ചെടി ഡെവലപ്പ് ചെയ്ത് വരുന്നത് അല്ലെ. അപ്പൊ വിത്തിൽ നിന്നും ഒരു സസ്യം വളർന്നു വരുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വിത്ത് മുളയ്ക്കൽ എന്ന് പറയുന്നത്, സീഡ് ജെർമിനേഷൻ. ഓക്കെ. ഇനി വിത്ത് മുളയ്ക്കാൻ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ മനുഷ്യരാണ് അല്ലെ. നമ്മുടെ ജീവൻ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ബേസിക് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് വേണം അല്ലെ. നമുക്ക് ആഹാരം വേണം, വെള്ളം വേണം അല്ലെ. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ വിത്തിൽ നിന്നും ഉടലെടുക്കുന്നത് ഒരു ജീവനാണ് അല്ലെ, അത് ചെടിയാണെന്ന് മാത്രം. അപ്പൊ എന്തായിരിക്കും, അതിന്റെ ജീവൻ നിലനിർത്താൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ. വിത്ത് മുളയ്ക്കുന്നതിന് ഇത് ശ്രദ്ധിക്കണം. വിത്ത് മുളയ്ക്കുന്നതിന്, അതായത് ഒരു വിത്തിൽ നിന്ന് ഒരു മുള പൊട്ടുന്നതിന് എന്തൊക്കെയാണ് അത്യാവശ്യം എന്നുള്ളതാണ്. വായു, ജലം, അനുകൂല താപനില. ഇത് മൂന്നുമാണ് ഇമ്പോർട്ടന്റ്. ഏതൊക്കെയാണ്, വായു, ജലം, അനുകൂലമായിട്ടുള്ള താപനില എന്നിവ ആവശ്യമാണ്. ഓക്കെ. അപ്പൊ വായു വേണം, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ജലം വേണം എന്നറിയാം. ഇനി അനുകൂലമായ താപനിലയും ഇമ്പോർട്ടന്റ് ആണ്.
ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും ഈ എന്താ പറയാ ഈ നെല്ലൊക്കെ മുളപ്പിക്കുന്നതിന് നമ്മളതൊക്കെ ചാക്കിൽ കെട്ടിയിട്ട് അതിന്റെ മുകളിൽ നമ്മൾ വെയിറ്റ് ഒക്കെ വെക്കും. അപ്പൊ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്ന ആ അനുകൂലമായിട്ടുള്ള ഒരു താപനില കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇനി മുളച്ച് കഴിഞ്ഞ് വളരുന്നതിന് മുളയ്ക്കാൻ വേണ്ടതാണ് വായു, ജലം, അനുകൂലമായ താപനില. ഇനി മുളച്ച് കഴിഞ്ഞ് വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? സൂര്യപ്രകാശം, മണ്ണ്, പിന്നെ ഈ ഫാക്ടേഴ്സ് ഒക്കെ വേണം, വായു, ജലം എല്ലാം വേണം. ഓക്കെ, അപ്പോൾ വിത്ത് മുളയ്ക്കാനുള്ളത് എന്തൊക്കെയാ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായുവും ജലവും അനുകൂല താപനിലയാണ്. അപ്പൊ അങ്ങനെ ചോദിച്ച ഓപ്ഷനിൽ സൂര്യപ്രകാശം എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ് അത്യാവശ്യമല്ലാത്തത് എന്ന് ചോദിച്ച് മണ്ണും സൂര്യപ്രകാശവും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവയാണ് അത്യാവശ്യമല്ലാത്ത. ഏറ്റവും അത്യാവശ്യം വായുവും ജലവും അനുകൂലമായ താപനിലയുമാണ്. അടുത്തത്, അപ്പൊ ഇത് തന്നെ ജസ്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സീഡ് ജെർമിനേഷൻ, വാട്ടർ, ടെമ്പറേച്ചർ ആൻഡ് ഓക്സിജൻ അല്ലെങ്കിൽ എയർ. ഓക്കെ, ഇനി അടുത്തത് ബീജാങ്കുരണം. ബീജാങ്കുരണം എന്ന് പറഞ്ഞാൽ എന്താ? ജെർമിനേഷൻ ഓഫ് സീഡ്. ബീജാങ്കുരണം, ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ഓക്കെ, അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായിട്ട് വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. ഓക്കെ, അപ്പൊ എന്താണ്? ജെർമിനേഷൻ ഓഫ് സീഡ്സിന്റെ ഒരൊറ്റ ടേം ആണ് ബീജാങ്കുരണം. എന്താണ്? അനുകൂലമായ സാഹചര്യങ്ങൾ കിട്ടിയിട്ട് അതിൽ നിന്ന് ഒരു വിത്ത് ചെടിയായിട്ട് വളരുന്നു. ഓക്കെ, വിത്തിലെ സൂക്ഷ്മ ദ്വാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഫാക്ടർ ജലമാണെന്ന് അല്ലെ. അപ്പൊ എങ്ങനെയാ ജലം വിത്തിലെത്തുന്നത്? ഈ വിത്തിലൊക്കെ എന്തുണ്ടാകും? ഇപ്പൊ നമ്മുടെ സെല്ലുകളിലൊക്കെ നമുക്കറിയുന്നുണ്ട് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ട് അല്ലെ. വരണതാര്യമായിട്ടുള്ള, സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിട്ടുള്ള സുഷിരങ്ങളുണ്ട്. അതാണ് ഓരോ സംഭവങ്ങൾ അകത്തേക്ക് വിടുകയും പുറത്തേക്ക് കടത്തി വിടുകയൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതേപോലെ വിത്തിലും സൂക്ഷ്മദ്വാരങ്ങളുണ്ട്. അതിലൂടെയാണ് ജലം അകത്തേക്ക് പ്രവേശിക്കുന്നത്. എന്നിട്ട് വിത്ത് കുതിർന്ന് പുറം തോട് പൊട്ടുന്നു. വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. അപ്പൊ എയറിന്റെ ആവശ്യം വന്നു അല്ലെ. ഇനി വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു വിത്ത് മുളയ്ക്കുന്ന സമയത്ത് ആദ്യം പുറത്തു വരുന്ന എന്താണ്? ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ ആണ്. ഓക്കെ, നിങ്ങൾ ഈ പയറൊക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും അല്ലെ. അത് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, പയർ വിത്ത് മുളയ്ക്കുന്നത് അല്ലെ. അപ്പൊ അത് ശരിക്കും നിങ്ങളൊരു പ്രോസസ് ആയിട്ട് ഇതുവരെ ഒബ്സർവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഒരു ദിവസം വെള്ളത്തിലിട്ട് അടുത്ത ദിവസം വെള്ളത്തിൽ നിന്നൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ വിത്ത് മുളയ്ക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. അപ്പൊ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നതാണ് ബീജമൂലം. ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ റാഡിക്കിള്. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. അപ്പൊ വേരായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന എന്താണ്? റാഡിക്കിൾ ആണ് അല്ലെങ്കിൽ ബീജമൂലമാണ്. ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് എന്ത് തന്നെയാണ്? റാഡിക്കിൾ ആണ് അല്ലെങ്കിൽ ബീജമൂലമാണ്. ഇനി ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. അപ്പൊ ഒരു വിത്ത് മുളച്ചു, അതിൽ നിന്ന് വേരായിട്ട് വളരുന്ന റാഡിക്കിൾ ആണ്. എന്നാൽ അതിൽ നിന്ന് മുകളിലേക്ക് വളരുന്നത് ഏതാണ്? പിന്നീട് ആ ചെടിയുടെ ആ മണ്ണിന് മുകളിലേക്ക് വരുന്ന ഭാഗങ്ങൾ എവിടുന്ന ഡെവലപ്പ് ചെയ്യുന്ന? ബീജശീർഷം എന്നാണ് വിളിക്കുന്നത്. മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് എന്ത്? ബീജശീർഷം അല്ലെങ്കിൽ പ്ലിമ്യൂൾ എന്ന് പറയും. ബീജശീർഷം വളർന്ന് പിന്നീട് കാണ്ഡമായിട്ട് മാറുന്നത്, പിന്നീട് സ്റ്റെം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന എന്താണ്? പ്ലിമ്യൂൾ ആണ്, ബീജശീർഷമാണ്. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാവുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ പയറൊക്കെ മുളച്ചു കഴിയുമ്പോൾ നമ്മൾ നടാൻ വേണ്ടി അതിനെ മുളപ്പിക്കുമ്പോൾ രണ്ട് ഇലയല്ല, എന്നാൽ ഇല പോലെ ഇരിക്കുന്ന ഒരു പച്ചയിളം ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ശരിക്കുമുള്ള ഇല വരുന്നത് വരെ ഒരു എന്താണ് ഈ പറയുന്ന ഭ്രൂണത്തിന് അല്ലെങ്കിൽ വിത്തിന് ആഹാരം വേണം അല്ലെ. അത് കൊടുക്കുന്നത് ആരായിരിക്കും? ബീജപത്രമായിരിക്കും. ഓക്കെ, ബീജപത്രം. അപ്പൊ 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്: ബീജമൂലം റാഡിക്കിള്, ബീജശീർഷം പ്ലിമ്യൂള്, പിന്നെ ബീജപത്രം. ഇത് 3ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ബീജപത്രമാണ് ശരിക്കും ആ ഒരു ട്രൂ ലീഫ് വരുന്നവരെ, ശരിക്കുമുള്ള ഇല വരുന്നത് വരെ ആ ഒരു സീഡിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ബീജപത്രമാണ്. ഇനി ഈ പറഞ്ഞത് തന്നെ ജസ്റ്റ് ഒരു
3 steps in germination. ഒന്ന് ഇംബൈബിഷൻ. ഇംബൈബിഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതായത് വിത്തിന്റെ പുറത്ത്, നമ്മളിവിടെ പറഞ്ഞു, വിത്തിന്റെ പുറത്ത് സൂക്ഷ്മ സുഷിരങ്ങൾ ഉണ്ടായിരിക്കും. അതിലൂടെയാണ് വെള്ളം അകത്തേക്ക് പോകുന്നത്. അത് പിന്നീട് ആ ചെടി, ആ വിത്ത് അതിനകത്ത് കുതിരും അല്ലെ. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്, എന്നിട്ട് അതിന്റെ പുറന്തോട് പൊട്ടുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, റെസ്പിറേഷൻ ആഫ്റ്റർ ദ എമർജൻസ് ഓഫ് റാഡിക്കിൾ. റാഡിക്കിൾ വന്നതിന് ശേഷം പിന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ശ്വസിക്കാൻ പറ്റും അല്ലെ. അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു, വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. അടുത്താണ് ഇഫക്റ്റ് ഓഫ് ലൈറ്റ് ഓൺ സീഡ് ജെർമിനേഷൻ. ട്രൂ ലീഫുകളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് എന്താണ് ജെർമിനേഷനിലെ 3 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പയറ് വിത്ത് മുളച്ചു വരുന്നത് നിങ്ങൾ നോക്കുക. നമ്മൾ മണ്ണിന്റെ അടിയിലിട്ടു, ആദ്യം ഇങ്ങനെ ഒരു സാധനം ഡെവലപ്പ് ചെയ്തു. നോക്കി, ഇതാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ. ശ്രദ്ധിക്കണം, ഇതാണ് ആക്ച്വലി എന്ത്, ബീജമൂലം. ഇതിങ്ങനെ വളർന്നു വന്നിട്ട് എന്തായി മാറുന്നു, കണ്ടോ, വളർന്നു വന്നിട്ട് വേരായിട്ട് മാറുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇനി ഇതാണ് ഞാൻ പറഞ്ഞ ബീജപത്രം. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ, വളരെ ഒരു പച്ചയല്ല, ഒരു വെള്ള കൂടിയ പച്ച കളറായിട്ട് ഇങ്ങനെ ഒരു സംഭവം. ഇതാണ് ബീജപത്രം എന്ന് പറയുന്നത്. ഇനി ബീജശീർഷം എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ഈ ഭാഗമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, സ്റ്റെം ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ കാണ്ഡമായിട്ട് മാറുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത സീഡ് ഡോർമൻസി അല്ലെങ്കിൽ ബീജാങ്കുരണത്തെ തടസ്സപ്പെടുത്തൽ. അതായത് സീഡ് മുളയ്ക്കുന്നതിന് ഇപ്പം എല്ലാ ഫേവറബിൾ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു വിത്ത് മുള പൊട്ടി വളരാനുള്ള എല്ലാ കണ്ടീഷൻസും ഉണ്ടായിട്ടും ചില വിത്തുകൾ എന്ത് ചെയ്യില്ല, മുളയ്ക്കത്തില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ സീഡ് ഡോർമൻസി. ഡോർമൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന അല്ലെ, പ്രവർത്തിക്കാതെ ഒരു ഇങ്ങനെ മടി പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ. അതാണ് ഡോർമൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബീജാങ്കുരണത്തെ തടസ്സപ്പെടുത്തൽ. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും മുളയ്ക്കാത്ത വിത്തുകളുണ്ട്. ഇതാണ് ആക്ച്വലി സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. ഇതിന്റെ കാരണങ്ങൾ എന്തായിരിക്കും, ചിലപ്പോൾ വിത്തിന്റെ ആവരണത്തിന്റെ കട്ടിയായിരിക്കും അല്ലെ. വിത്തിന്റെ പുറന്തോടിന് നല്ല കട്ടി ഉണ്ടായിരിക്കും, ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന കാണില്ല. അപ്പൊ ബ്രേക്ക് ചെയ്താലേ അത് പുറത്തേക്ക് വന്ന് പിന്നെ റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്ത് പ്ലാന്റ് ഗ്രോ ചെയ്യുള്ളൂ. അപ്പൊ ചില വിത്തിന്റെ ആവരണത്തിന് ഭയങ്കര കട്ടിയായിട്ട് ഈ വിത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആവരണം പൊട്ടിക്കാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിക്കും, ബീജാങ്കുരണത്തെ തടസ്സപ്പെടുത്തും അല്ലെ, സീഡ് ജെർമിനേഷനെ തടസ്സപ്പെടുത്തും. അടുത്തത് വിത്തിനുള്ളിലെ ഭ്രൂണത്തിന്റെ ജൈവഘടനയിലുള്ള ഘടകങ്ങൾ അല്ലെ. മനുഷ്യരെ പോലെ തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ എന്താണ്, ആ ഒരു കുഞ്ഞിന് ജനറ്റിക്കലി ആ കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 2-3 മാസത്തിനുള്ളിൽ അത് തന്നെ എബോർഷൻ ആയിട്ട് പോകും അല്ലെ. കാരണം പ്രകൃതി എപ്പോഴും എന്താണ്, നല്ല ആരോഗ്യ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് അല്ലെ. അതായത് പ്രകൃതിക്ക് എപ്പോഴും നല്ല ആരോഗ്യമുള്ളതിനെ അത് നിലനിർത്തി വരുള്ളൂ അല്ലെ. അപ്പൊ ജനറ്റിക്കലി അബ്നോർമൽ ആയിട്ടുള്ളതിനെയൊക്കെ പ്രകൃതി തന്നെ ഡിസ്കാർഡ് ചെയ്ത് കളയും. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ കാരണങ്ങൾ മനസ്സിലായാലും എന്താണ് സീഡ് ഡോർമൻസിക്ക് ഉണ്ടാവുന്ന കാരണങ്ങൾ. ഓക്കെ, അടുത്ത് കായിക പ്രജനനം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് ഇംഗ്ലീഷ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ചില പ്ലാന്റുകൾ അല്ലെ, എന്താണ്, സസ്യങ്ങളുടെ കായിക, ചിലപ്പോൾ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് നമ്മൾ ഈ വീട്ടിലൊക്കെ നമ്മൾ ഹാങ് ചെയ്യുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താ ചെയ്യാം, ഈ ഒരു ചെറിയ താമര പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ചെടി ഉണ്ടല്ലോ, പച്ചയായിട്ടുള്ള ഇങ്ങനെ വാട്ടർ കണ്ടന്റ് കൂടി, അതൊക്കെ അതിന്റെ തന്നെ ഇലകൾ പൊട്ടി വീണ് അതിൽ നിന്ന് മുളച്ച് അങ്ങനെയാ വരുന്നത്. അപ്പൊ ഇങ്ങനെ സസ്യങ്ങളുടെ തന്നെ കായിക ഭാഗങ്ങൾ പൊട്ടി മുളച്ച് അത് വലിയൊരു ചെടിയായിട്ട് രൂപപ്പെടുന്നതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് വിത്ത് വിതരണം അല്ലെങ്കിൽ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്. ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുന്നതിനാവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നു. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് മൂലമാണ്. നോക്കിക്കേ,
ഇപ്പൊ വിത്ത് വിതരണം അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു ചെടി, ആ ഒരു ചെടിയുടെ ഇപ്പൊ നമ്മളൊക്കെ ഈ ഏറ്റവും ഉദാഹരണത്തിന് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ എന്താ പറയാ ഈ മല്ലികയൊക്കെ പോലത്തെ ചെടികളുണ്ടല്ലോ, അതെന്തായിരിക്കും അതിന്റെ പൂവ് വിരിഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് തന്നെ നിന്ന് അതിന്റെ സീഡ് ഡെവലപ്പ് ചെയ്ത് അതിന്റെ താഴെ ആ സീഡുകൾ പൊട്ടി വീഴും അല്ലെ. എന്നിട്ട് അതിന്റെ താഴെ വളരും. എന്നാൽ ആ തൊട്ടു താഴെ, ആ ഒരു ചെടിയുടെ തൊട്ടു താഴെ മാത്രമാണോ ഈ ചെടികളെ പിന്നീട് വളരുന്നത് നമുക്ക് കാണാൻ പറ്റുക അല്ലെ. ഈ ചെടികൾ എന്ത് ചെയ്യും, ആദ്യം ഒരു സ്ഥലത്തായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരൂടെ മാറും, പിന്നെ ഒരു പ്രദേശം മുഴുവൻ ആ ചെടികളാവും. എങ്ങനെയാണ് അത് അങ്ങനെ ആകുന്നത്? സീഡ് ഡിസ്പേഴ്സൽ ആണ്. അതായത് വിത്തിന്റെ വിതരണം നടക്കപ്പെടുന്നുണ്ട്, പല രീതിയിൽ വിതരണം നടക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയിൽ നടക്കുന്നത് എന്താണ്, ഭയങ്കര നമുക്ക് എന്താ പറയാ അത്രയും ഓർഗനൈസ്ഡ് ആയിട്ടാണ് പ്രകൃതിയിലെ കാര്യങ്ങൾ നടക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, ഇപ്പൊ ഒരു ചെടിയുടെ താഴെ അതിന്റെ വിത്തുകളെല്ലാം വീണ് കഴിഞ്ഞാൽ, എല്ലാ വിത്തുകളും ഒരു സ്ഥലത്തായി കഴിഞ്ഞാൽ പിന്നെ അതിന് വളരാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ആവശ്യമായിട്ടുള്ള മണ്ണ്, ജലം, സൂര്യപ്രകാശം ഒന്നും കിട്ടില്ല. അപ്പൊ എന്ത് ഇമ്പോർട്ടന്റ് ആണ്, സീഡുകൾ പല പല സ്ഥലത്തേക്ക് പോവാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് വിത്ത് വിതരണം എന്ന്, വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ വിത്ത് വിതരണം പല രീതിയിൽ നടക്കാം. ചിലപ്പോ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ നമ്മുടെ ആന്റിമാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ ചില ചെടികൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഒരു തണ്ടോ അതിന്റെ വേരോ കായോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ നടും അല്ലെ. അപ്പൊ ഇതൊരു വിത്ത് വിതരണത്തിന്റെ രീതിയാണ് അല്ലെ. അത് ഹ്യൂമൻസ് ആണ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത്. ഇനി ചില നമുക്കറിയാം പക്ഷികൾ കൊത്തി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കൊണ്ടുപോയിടും അല്ലെ. അപ്പൊ ഇതൊരു രീതിയാണ്. ചിലപ്പം ഈ വിത്തുകളൊക്കെ വെള്ളത്തിലേക്ക് വീണിട്ട് ആ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയി അത് ഏതെങ്കിലും മണ്ണിലേക്ക് വന്ന് പതിക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ചെടി വളരുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ പ്രകൃതിയിൽ തന്നെ പല മെക്കാനിസം ഉണ്ട് ഈ ഒരു വിത്ത് വിതരണത്തിന് വേണ്ടി. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന 2 ടേബിളുകൾ നോക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, വിത്ത് വിതരണത്തിന്റെ രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്. ഒന്ന് നോക്കുക, കാറ്റ് വഴി ഏതൊക്കെയാണ്, അപ്പൂപ്പൻ താടി, മഹാഗണി. ഇത് എക്സാമ്പിൾ അടക്കം നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ, എക്സാമിന് അങ്ങനെ ചോദിക്കാം. കാറ്റ് വഴി ഈ വിത്ത് വിതരണം നടക്കുന്നതാണ് അപ്പൂപ്പൻ താടിയും മഹാഗണിയും. ജലം വഴിയാണെങ്കിൽ തെങ്ങ്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ എന്താണ്, ഒരു പുഴയോരത്തുള്ള തെങ്ങിൽ നിന്നൊക്കെ തേങ്ങ വീണ് കഴിഞ്ഞാൽ അത് ഒഴുകി മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ അത് വളരുന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പൊ ജലം വഴിയാണ് തെങ്ങ്. ജന്തുക്കൾ വഴി ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. പൊട്ടിത്തെറിച്ചാണ് വെണ്ടയും കാശിത്തുമ്പയും ഉണ്ടാകുന്നത്. അപ്പൊ ഈ എക്സാമ്പിളുകൾ അറ്റ്ലീസ്റ്റ് നോക്കി വെക്കുക. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് SCERT ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചോദിക്കാം. ഓക്കെ, കാർഷിക വിളകള് നോക്കിക്കോളൂ, അതും അതിന്റെ ജന്മദേശം, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി, ഇതിന്റെയൊക്കെ ജന്മദേശം എവിടെയാണ്, അമേരിക്കയാണ്. ഇനി തേയില ആണെങ്കിൽ ചൈന, ക്യാബേജ് ആണെങ്കിൽ യൂറോപ്പ്, റബ്ബറും കശുമാവും ബ്രസീൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമുകൾക്ക് കൂടുതലും ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്ത് വരുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിൽ ബോക്സുകളിൽ കൊടുത്തിരിക്കുന്നത് ഫിഗറിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ. അപ്പം ആ ഏരിയാസ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധയോടുകൂടെ തന്നെ പഠിച്ച് നോട്ട് ചെയ്ത് പഠിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആണ് അറിവിന്റെ ജാലകങ്ങൾ. ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അറിവിന്റെ ജാലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിവുകൾ കിട്ടുന്ന പ്രധാനമായിട്ടും എങ്ങനെയാണ്, നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെയാണ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങൾ. എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ്? എല്ലാ ജീവികളും ചുറ്റുപാടുകളിൽ നിന്ന് നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഇതിനായി എല്ലാ ജീവികളിലും ചില ഇന്ദ്രിയങ്ങളുണ്ട്. മനുഷ്യന് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണ് ഉള്ളത്. അപ്പൊ എത്ര ജ്ഞാനേന്ദ്രിയങ്ങളാണ് ഉള്ളത്? 5 എണ്ണം. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന ഈ അവയവങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജ്ഞാനേന്ദ്രിയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹയർ ലെവൽ ക്ലാസ്സുകളിൽ നമുക്ക് ഇത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ പഠിക്കണം. ഇപ്പൊ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നോക്കും. അപ്പൊ ആദ്യം തന്നെ ഉള്ളത് ഒന്ന് കണ്ണാണ് അല്ലെ. കണ്ണിൽ നമുക്ക് എങ്ങനെയാണ്, ലെൻസ് ഉണ്ട് അല്ലെ, അതുവഴിയാണ് നമുക്ക് പ്രധാനമായിട്ടും കാഴ്ചകൾ കിട്ടുന്നത്. നോക്കുക, ലെൻസ് കണ്ണിലെ ഈ പറയുന്ന ഇമേജ്, നമ്മൾ കാണുന്ന ഇമേജ് പതിയുന്നത് എവിടെയാണ്? റെറ്റിന എന്ന് പറയുന്നതിലാണ് കേട്ടോ. നമ്മുടെ കണ്ണിന്റെ ഉള്ളിലെ റെറ്റിന എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്. കണ്ണിന് 3 അറകളൊക്കെ ഉണ്ട്. 3 അറകളല്ല, 3
ലെയർ ഉണ്ട്. അതിൽ ഒന്നാണ് റെറ്റിന എന്ന് പറയുന്നത്. അപ്പൊ റെറ്റിനയിലാണ് എന്ത് പതിയുന്നത്? ഇമേജ് പതിയുന്നത്. ആ ഇമേജിന്റെ പ്രത്യേകത എന്താണ്? പ്രതിബിംബത്തിന്റെ പ്രത്യേകത തല കീഴായി ആണ് കാണുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെറ്റിനയിലാണ് ഇമേജ് പതിയുന്നത്. എങ്ങനെയുള്ള പ്രതിബിംബമാണ്? തല കീഴായി ആണ് പതിയുന്നത്. എന്നിട്ട് ഇത് നേത്രനാഡികള് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്നു. തലച്ചോറ് വസ്തുവിന്റെ യാഥാർത്ഥ്യവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. പിന്നെ അവിടെ നിന്നാണത് യഥാർത്ഥവും നിവർന്നതുമായിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു ഭാഗം ഓർത്ത് വെക്കുക. നമുക്ക് ഹയർ ക്ലാസ്സിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി രണ്ട് കണ്ണുകളും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു വിരൽ ഒരൊറ്റ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒരു സ്ഥലത്തും കണ്ണ് മാറ്റുമ്പോൾ അത് ജസ്റ്റ് ആയിട്ട് മാറിയ പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ ആക്ച്വലി നമ്മൾ കാണിക്കുന്ന രണ്ട് കണ്ണുകൊണ്ടും ഒരേ വസ്തുവിനെ നോക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ഇമേജ് ആയിട്ട് കാണുന്നത് ഒരു പ്രത്യേകത കൊണ്ടാണ്. അതിനെയാണ് ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ഇതുമൂലം വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പൊ വൈറ്റ് ഗെയിൻ എന്താണ്? വൈറ്റ് ഗെയിൻ എക്സാമിന് ചോദിക്കാം. അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലൂമിനിയം ദണ്ഡാണ്. വടിയുടെ അടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലോഹഭാഗം വസ്തുക്കളിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ കഴിയും. വൈറ്റ് ഗെയിൻ ഉപയോഗിക്കുന്നത് വഴി അന്ധരെ മറ്റപ്പോ എന്താ ചോദിക്കുക? അന്ധർക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ വൈറ്റ് ഗെയിൻ ഒന്ന്. അടുത്ത ബ്രെയിലി ലിപി, അവരെ സഹായിക്കുന്ന ഒന്ന് വൈറ്റ് ഗെയിൻ, അടുത്ത ബ്രെയിലി ലിപിയാണ് കേട്ടോ. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് എന്ത്? ബ്രെയിലി. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ വായിക്കുന്നത്. ഫ്രഞ്ചുകാരന് ഇമ്പോർട്ടന്റ് ആണ്, ലൂയിസ് ബ്രെയിൽ ആണ് ഈ രീതി വികസിപ്പിച്ചെടുത്തത്. ലൂയിസ് ബ്രെയിൽ. ഓക്കെ, വൈറ്റ് ഗെയിൻ, ലൂയിസ് ബ്രെയിലി, വൈറ്റ് ഗെയിന് ബ്രെയിൻ ലിപിയൊക്കെ അന്ധരെ സഹായിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്താണ് സ്നെൽസ് ചാർട്ട്. സ്നെൽസ് ചാർട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്ക്. എന്താണ് സ്നെൽസ് ചാർട്ടിൽ? അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലുപ്പത്തിൽ 7 വരികളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ നിന്ന് താഴേക്ക് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ടെന്ന് പരിശോധിച്ചാണ് കാഴ്ചശക്തി അളക്കുന്നത്. അപ്പൊ സ്നെൽസ് ചാർട്ട് എന്തിനാണ്? നമ്മുടെ കാഴ്ചശക്തി അളക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 6 മീറ്റർ അകലെ നിന്നാണ് ഇത് വായിക്കേണ്ടത്. ഓർത്ത് വെക്കുക, 6 മീറ്റർ അകലെ നിന്നാണ് സ്നെൽസ് ചാർട്ട് വായിക്കേണ്ടത്. സ്കൂളിലെ സ്നെൽസ് ചാർട്ട് ഉപയോഗിച്ച് വിവിധ കാഴ്ചശക്തി പരിശോധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. എന്താണ് സ്നെൽസ് ചാർട്ട്? കാഴ്ചശക്തി പരിശോധിക്കാൻ 6 മീറ്റർ അകലെ നിന്നിട്ടാണ് ഏകദേശം 7 വരികളിലായിട്ടായിരിക്കും ഇതിന്റെ കണ്ടന്റുകൾ എഴുതിയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇത്രയൊന്ന് ഓർത്ത് വെക്കുക. ഇനി മരയോന്ത്, മൂങ്ങ, പൂച്ച നോക്കിയേ, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചാൽ മതി. മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായാണ് മരയോന്തിന്റെ കണ്ണ്. അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്നു. കണ്ടോ, അതൊരു പ്രത്യേകതയാണ്. ഇനി മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി 2 വലിയ കണ്ണുകളാണുള്ളത്. തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാനും ഇവയ്ക്ക് സാധിക്കും. അടുത്ത പൂച്ചയാണ്. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയതും രാത്രി പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അവയ്ക്കുണ്ട്. അതിനാൽ മങ്ങിയ പ്രകാശത്തിലും അവയ്ക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അടുത്തതാണ് ചെവി എന്ന് പറയുന്നതാണ് ജ്ഞാനേന്ദ്രിയം. ചെവി നമുക്കറിയാലോ. അപ്പൊ ഇതിനകത്ത് ജസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം പറയുന്നത്, നമ്മൾ പുറത്ത് കാണുന്നതാണ് ചെവിയുടെ ചെവിക്കുട എന്നാണ് നമ്മൾ വിളിക്കുക കേട്ടോ. ചെവിക്കുട എന്ന് പറയുന്നു. പിന്നീട് അതിലൂടെ ശബ്ദം, എന്താണ് അതിന്റെ ഉപയോഗം? ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിൽ എത്തിക്കലാണ് ചെവിക്കുടയുടെ ഉപയോഗം എന്ന് പറയുന്നത്. അത് പിന്നീട് എന്ത് ചെയ്യുന്നു? ഈ ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പൊ ഈ പല ഭാഗങ്ങളൊക്കെ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഹയർ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അത് തലച്ചോറിൽ എത്തുന്നു. അതിൽ നിന്ന് നമ്മൾ ശബ്ദമായിട്ട് തിരിച്ചറിയുന്നു. ക്ലിയർ ആണല്ലോ? ഈ ഒച്ചു പോലെ ഇരിക്കുന്ന രൂപമുള്ളത് എന്താണ്? കോക്ലിയ ആണ് അല്ലെ. ഡീറ്റെയിൽ ഇപ്പൊ നമുക്ക് വേണ്ട, ഹയർ ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത പാമ്പുകൾക്ക് ബാഹ്യകർണം ഇല്ലെങ്കിലും, ബാഹ്യകർണം നമുക്ക് എക്സ്റ്റേണലി മനുഷ്യന് കാണുന്ന പോലെ ചെവി പാമ്പിനുണ്ടോ? ഇല്ല അല്ലെ. ആന്തരകർണം ഉപയോഗിച്ച് തറയിൽ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു. പക്ഷെ എന്തുണ്ട്? ആന്തരകർണം ഉണ്ട് കേട്ടോ, ഇന്റേണൽ ഇയേഴ്സ് ഉണ്ട്. അതായത് പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം അതിന് തിരിച്ചറിയാൻ കഴിയുന്നു. ഓക്കെ, ഇനി ഇത് ഓർത്ത് വെക്കുക. ഇത് മുമ്പ് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. കേൾവിയില്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന മീൻസ് അവർക്ക് ശ്രവണ സഹായിയാണ് കേട്ടോ. കേൾവി ഇല്ലാത്തവർക്ക് ശ്രവണ സഹായിയാണ് സഹായിക്കുന്നത്. കണ്ണ് കാണാത്തവർക്ക് എന്താണ് നമ്മുടെ വൈറ്റ് ഗെയിന്, അതേപോലെ ബ്രെയിലി ലിപിയൊക്കെ സഹായിക്കും അല്ലെ. അതേപോലെ ചെവി കേൾക്കാത്തവർക്ക് ശ്രവണ സഹായിയാണ് കേട്ടോ. ഹിയറിംഗ് എയ്ഡ് എന്ന് നമ്മൾ പറയും. ഓക്കെ,
അടുത്താണ് ഘ്രാണശക്തിയിലെ വമ്പന്മാർ എന്ന് പറയുന്നത്. അപ്പൊ സ്രാവുകൾക്ക് ഘ്രാണശക്തിയുടെ കാര്യത്തില്, ഘ്രാണശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്മെല്ലാണ് കേട്ടോ, സ്മെല്ലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. സ്രാവുകളാണ് ഘ്രാണശക്തിയുടെ കാര്യത്തിൽ ഏറ്റവും വമ്പന്മാർ. ഏറ്റവും കൂടുതൽ ഘ്രാണശക്തി ഉള്ളത് ആർക്കാണ്? സ്രാവുകൾക്കാണ് കേട്ടോ. കടലിൽ വളരെ അകലെ രക്തം വീണാൽ പോലും മണത്തറിയാൻ അവയ്ക്ക് കഴിയും. മണത്തറിയാനുള്ള കഴിവ് ഏറെയുള്ള ഒരു ജീവിയാണ് നായ. എങ്ങനെയാ നായ അറിയുന്നത്? നായകൾ അവ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് കണ്ടിട്ടില്ലേ? തിരിച്ചു വരാനുള്ള വഴി മണത്തറിയാൻ വേണ്ടിയാണിത്. നായയ്ക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണെന്ന് കുറ്റാന്വേഷണ രംഗത്ത് ഇവയെ ഉപയോഗപ്പെടുത്തുന്നു. പാമ്പുകൾ ഇടയ്ക്കിടെ നാവ് പുറത്തേക്കിട്ട് കണ്ടിട്ടില്ലേ? ഇത് എന്തിനാണെന്ന് അറിയോ? നാക്ക് ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. അപ്പൊ നാക്ക് ഉപയോഗിച്ചിട്ടാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും കൂടുതൽ ഘ്രാണശക്തി ഉള്ളത് സ്രാവാണ്. അതേപോലെ നായയ്ക്കും ഉണ്ട് അല്ലെ? അവയുടെ ഗന്ധഗ്രാഹികൾ, റിസപ്റ്റേഴ്സ് കൂടുതൽ എന്തിനാണ്? ഈ ജന്തുക്കൾക്കൊക്കെ ഉണ്ട്, നായ്ക്കൾക്കൊക്കെ ഉണ്ട് മനുഷ്യനേക്കാളും. അതുകൊണ്ടാണ് അവർക്ക് അത്രയും സ്മെല്ല് സെൻസിറ്റിവിറ്റി കിട്ടുന്നത്. ഓക്കെ, ഇനി രുചി അറിയുന്ന വിധമാണ്. നമുക്കറിയാം നാവ് അല്ലെ? നാവിൽ നിങ്ങളൊന്ന് നോക്കിക്കേ. മധുരം നാവിന്റെ മുൻ സൈഡിലാണ്, ഉപ്പ് എന്ന് പറയുന്നത് ഈ സൈഡിലാണ്, പുളിയും സൈഡിലാണ് വരുന്നത്. നാവാണെങ്കിൽ നേരെ മുൻപിൽ അല്ലെ? ഇനി ഉൾഭാഗത്താണ് കയ്പ് എന്ന് പറയുന്ന രുചി നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പം ഇവിടെ എന്താണ്? രസമുകുളങ്ങളുണ്ട് അല്ലെ? രസമുകുളങ്ങളുണ്ട് നമുക്ക് നാവില്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ സലൈവയിൽ ആ ഫുഡ് അലിഞ്ഞിട്ട് നമ്മുടെ ഈ രസമുകുളങ്ങളെ അത് ആക്ടിവേറ്റ് ചെയ്യിക്കും. അപ്പൊ ആ ഒരു സിഗ്നലുകൾ എന്ത് ചെയ്യും? നാഡികൾ വഴി തലച്ചോറിലെത്തുന്നു. അങ്ങനെ നമുക്ക് രുചി ഒരു അനുഭവമായിട്ട് മാറുന്നു. അപ്പം ഈ റിസപ്റ്റേഴ്സ് എവിടെയാണെന്നൊക്കെയാണ്, അതും ഹയർ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, സ്പർശനം അറിയുന്ന ത്വക്ക് മുഖേനയാണ്. ത്വക്ക് നമ്മുടെ ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞിരിക്കുന്നു. അത്രയും കാര്യങ്ങൾ മാത്രമേ ത്വക്കിനെ കുറിച്ച് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് മാത്രം, ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 8, അകറ്റി നിർത്താം രോഗങ്ങളെ. അപ്പൊ ഇത് ആക്ച്വലി നമുക്ക് ഹയർ ലെവൽ, 8th തൊട്ടുള്ള ഹയർ ലെവൽ ക്ലാസ്സുകളിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കിത് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ടോപ്പിക്കുകളൊക്കെ ഇപ്പൊ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് മാത്രം പോകുന്നുണ്ട്. നമ്മുടെ സോൾ ഉദ്ദേശം ഇതിനകത്തു നിന്നുള്ള പോയിന്റുകളെ വേർതിരിച്ചെടുക്കാന്ന് മാത്രമാണ് കേട്ടോ. ആക്ച്വലി രോഗങ്ങളും രോഗകാരികളും നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പം ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു SCERT-യിൽ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രമാണ് എടുത്ത് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? സൂക്ഷ്മജീവികളാണ് അല്ലെ? അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലെ? ചിലതിന്റെ പ്രവർത്തനമാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഇവ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് രോഗം പകരുന്നത്. അപ്പൊ നമുക്കറിയാം ബാക്ടീരിയ മൂലം, ഫംഗസ് മൂലം, വൈറസ് മൂലം. ഇപ്പൊ നമുക്കറിയാം കോവിഡ് അല്ലെ? കോവിഡ് ഒരു വൈറസ് ആയിരുന്നു അല്ലെ? ഒരു വൈറസ് രോഗമായിരുന്നു. അപ്പം അത് എന്താണ്? മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഇതായിരുന്നു ഈ പറയുന്നത്. അപ്പൊ സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത് നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കും. അതേപോലെ നമ്മൾ ടുവേർഡ്സ് ഈ ഒരു ചാപ്റ്ററിന്റെ എൻഡിൽ നമുക്ക് കാണാം സൂക്ഷ്മജീവികളെ കൊണ്ട് ധാരാളം ഉപയോഗങ്ങളുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ തൈര് അല്ലെ ഉണ്ടാക്കുന്നത്, അതൊക്കെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം മൂലമാണ്. ഇനി ഡീകമ്പോസ് ചെയ്യുന്നത് വസ്തുക്കൾ, അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ സൂക്ഷ്മജീവികൾക്കും ഗുണവും ദോഷവും ഉണ്ട് അല്ലെ? അപ്പൊ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നൊക്കെ പറയുന്ന സൂക്ഷ്മജീവികളാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ഒരു ടേബിൾ നിങ്ങൾ നന്നായിട്ട് നോക്കിയിരുന്നാൽ മതി. ഈ ഒരു ചാപ്റ്ററിനെ പറയുമ്പോൾ നമുക്ക് പകരുന്ന രീതികൾ നോക്കുക. രോഗങ്ങൾ പല രീതിയിലായിരിക്കും പകരുന്നത്. വായുവിലൂടെ പകരുന്നതുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കുക. ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. ഇത് വളരെ വ്യക്തമായിട്ട് മാറിപ്പോവാതെ പഠിക്കണം. അപ്പൊ എങ്ങനെയാ ഇത് പഠിക്കുന്നത്? നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് റിവൈസ് ചെയ്താലേ ഇത് നമുക്ക് കിട്ടുള്ളൂ അല്ലെ? കാരണം വായുവിലൂടെ പകരുന്നത്, ജലത്തിലൂടെ പകരുന്നത്, ആഹാര പദാർത്ഥങ്ങളിലൂടെ പകരുന്നത് എന്നൊക്കെ ചോദിച്ച എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് വായുവിലൂടെ ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം എന്താണ്? വായുവിലൂടെ പകരുന്നതാണ്. ഇനി വെള്ളത്തിലൂടെ, ആഹാരത്തിലൂടെയൊക്കെയാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം ഒക്കെ പകരുന്നത്. ഈച്ച മുഖേന ഏതാണ്? കോളറ, വയറിളക്കം. കൊതുക് മുഖേന മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. വളരെ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കണം കേട്ടോ. സമ്പർക്കം മുഖേന ചെങ്കണ്ണ്, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങളൊക്കെ പകരുന്നു. അപ്പൊ ഈ SCERT ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇപ്പം ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട്
പഠിക്കുക. നമ്മൾ ഓൾറെഡി LPUP കോഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ധാരാളം രോഗങ്ങളും അതിന്റെ കാരണങ്ങളും, പിന്നെ ഓരോ രോഗങ്ങൾ ബാക്ടീരിയ മൂലമാണോ വൈറസ് മൂലമാണോ ഫംഗസ് മൂലമാണോ എന്നൊക്കെ അങ്ങനെ തരംതിരിച്ച് പഠിക്കണം. ഇനി വായുവിലൂടെ ജലത്തിലൂടെ ഭക്ഷണത്തിലൂടെ ഒക്കെ പകരുന്ന രോഗങ്ങൾ വേറെ തിരിച്ചു പഠിക്കണം. പിന്നെ കൊതുക് സമ്പർക്കം മുഖേന പകരുന്ന, ഈച്ച മുഖേന പകരുന്ന, അങ്ങനെ കുറേ അതൊരു അത്യാവശ്യം നല്ല ഒരു കണ്ടന്റ് വരുന്ന ഒരു ഏരിയ ആണ്. കണ്ടന്റ് ഇൻ ദ സെൻസ് നമുക്കത് ഓർത്തെടുക്കാൻ, അല്ലെങ്കിൽ ടേബിൾ മാറാതെ, അല്ലെങ്കിൽ ഏതൊക്കെ ഇതിന്റെ കീഴിൽ വരുന്നു എന്നുള്ളത് മാറാതെ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ ദിവസം വായിച്ചുകൊണ്ട് പഠിക്കില്ല. എന്താണ് ഇത് ബൈ ഹാർട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അതിന് നല്ലത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് റിവൈസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ഇനി സൂക്ഷ്മാണുക്കളെ കൊണ്ട് മറ്റു പ്രയോജനങ്ങൾ കൂടിയുണ്ട്. പാല് തൈരാക്കുന്നു, അരിമാവ് കുളിപ്പിക്കുന്നു, അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു, വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു, പാലുൽപ്പന്നങ്ങൾ, വിനാഗിരി, ചണം, പുകയില, തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങൾക്ക് സഹായിക്കുന്നു. കണ്ടോ? അപ്പൊ സൂക്ഷ്മജീവികള് ഇപ്പം നമുക്കൊരു കോവിഡ് വരുമ്പം ഇതെല്ലാം ഇല്ലാതായെങ്കിൽ, ഇങ്ങനത്തെ ജന്തുക്കൾ ഇല്ലെങ്കിൽ എന്നൊന്നും നമ്മൾ വിചാരിക്കാൻ പറ്റില്ല. കാരണം അതിന് ധാരാളം പോസിറ്റീവ് സൈഡുകളും ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് സൂപ്പർ ബഗ്. എന്താണ് സൂപ്പർ ബഗ്? കപ്പലുകളിൽ നിന്നുണ്ടാവുന്ന എണ്ണച്ചോർച്ച മൂലം കടല് മലിനമാകുന്നത് തടയാനായി എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആനന്ദ് മോഹൻ ചക്രവർത്തി എന്ന ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഈ ബാക്ടീരിയയെ വികസിപ്പിച്ചത്. ഓക്കെ, കേട്ടല്ലോ? അപ്പൊ സൂപ്പർ ബഗ് എന്ന് പറയുന്ന ആക്ച്വലി എന്താണ്? ഡെവലപ്പ് ചെയ്ത ഒരു ബാക്ടീരിയ ആണ് അല്ലെ. ബാക്ടീരിയ ആണെന്ന് ഓർത്തു വെക്കുക. ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആരാണ് വികസിപ്പിച്ചത്? ആനന്ദ് മോഹൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഇന്ത്യൻ വംശജനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കാം. പിന്നെ നമുക്കറിയാം പ്രതിരോധ കുത്തിവെപ്പുകൾ, വാക്സിനേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഏതൊക്കെ രോഗങ്ങൾക്ക് ഏതൊക്കെയാണെന്നൊന്നും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, ഈ SCERT ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനില്ല. ഇത് ഹയർ ലെവൽ ക്ലാസ്സുകളിലാണ്. അപ്പൊ അത് നമ്മൾ അടുത്ത കോഴ്സ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളത് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ പ്രതിരോധ കുത്തിവെപ്പുകൾ അല്ലെങ്കിൽ വാക്സിനേഷൻസ് എന്താണ്? രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് കൊടുക്കുന്ന രീതിയാണ് രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഈ പ്രതിരോധ കുത്തിവെപ്പുകൾ എന്ന് പറയുന്നത് അല്ലെ. ഇതിനായി പ്രതിരോധ കുത്തിവെപ്പുകൾ ഉപയോഗിച്ചു വരുന്നു. അപ്പൊ നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം തൊട്ട് നമുക്ക് പല പല സ്റ്റേജിൽ അമ്മമാര് വളരെ കൃത്യമായിട്ട് പോയി പ്രതിരോധ കുത്തിവെപ്പുകളൊക്കെ എടുക്കും അല്ലെ. അതേപോലെ നമ്മൾ കോവിഡ് വരുന്ന സമയത്ത് കോവാക്സിനും കോവിഷീൽഡും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പൊ അതെന്താണ്? ആ ഒരു രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് എക്സ്റ്റേണലി ഇല്ലേ, നമ്മുടെ ശരീരത്തിന് ആ ഒരു രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവില്ല എന്നൊക്കെ ആകുമ്പോൾ നമ്മൾ എക്സ്റ്റേണലി ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഹയർ ലെവൽ ക്ലാസ്സുകളിലാണ്. ഇപ്പം ഈ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കണ്ടന്റുകൾ മാത്രം നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അങ്ങനെ 5th സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ബയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചാപ്റ്റർ 10 ജന്തുവിശേഷങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ഫോക്കസ് ചെയ്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ പക്ഷികള് നമുക്കറിയാം അവര് മുട്ടയിടും അല്ലെ. എന്നിട്ട് കോഴിയുടെ കേസൊക്കെ നമുക്ക് പ്രത്യേകിച്ച് അറിയാം. എന്താണ്? മുട്ടയിട്ടതിന് ശേഷം അവര് അടയിരുന്നിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഈ അടയിരിപ്പ് കാലം ഒന്ന് പഠിക്കണം. കോഴിയുടേത് 21 ദിവസമാണ്, പ്രാവിൻ്റെത് 14 ദിവസം, കുരുവിയുടേത് 14 ദിവസം, ഒട്ടക പക്ഷിയുടെ 42 ദിവസമാണ് കേട്ടോ. ലവ് ബേർഡ്സ് ആണെങ്കിൽ 22 മുതൽ 25 വരെ ദിവസങ്ങളാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ എക്സാമിന് ഇതൊക്കെ ചോദിക്കാം. ഓക്കെ, ഇനി നോക്കുക. ഇതാണ് എരണ്ട എന്ന് പറയുന്ന ഒരു പക്ഷി. ഇത് നാഗമോഹനാണ്. ഓക്കെ, അപ്പൊ ചില ഇനം ഇരണ്ടകള്, നാഗമോഹൻ, മണൽ കോഴി എന്നിവ നമ്മുടെ പ്രദേശങ്ങളിൽ എത്തുന്ന വിരുന്നുകാരാണ്. അതായത് ഇവരെന്താണ്? ദേശാടനം ചെയ്തു വരുന്നതാണ് അല്ലെ. അന്യദേശങ്ങളിൽ നിന്ന് അനുകൂല ജീവിത സാഹചര്യങ്ങൾ തേടി നമ്മുടെ നാട്ടിലെത്തുന്ന ദേശാടന പക്ഷികളാണ് ഇവ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ ദേശാടന പക്ഷികൾ ഏതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാഗമോഹൻ, എരണ്ട എന്നൊക്കെ പേരുകൾ തരുന്നുണ്ടായിരിക്കും. ഈ ടോപ്പിക് ഒക്കെ കൂടുതൽ മലയാളത്തിൽ തന്നെ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കേട്ടോ. കാരണം കുറെയൊക്കെ പേരുകൾ നമുക്ക് ഫെമിലിയർ ആകുന്നത് മലയാളത്തിലായിരിക്കും. ഓക്കെ, ഇനി കേരളത്തിലെ ഇത് ശ്രദ്ധിക്കണം. കേരളത്തിലെ കടലുണ്ടി, തട്ടേക്കാട്, കുമരകം തുടങ്ങിയ സ്ഥലങ്ങളിൽ ദേശാടന പക്ഷികൾ ധാരാളമായിട്ട്
വന്നെത്തുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വർക്ക് തരികയാണ്. കടലുണ്ടി ഏത് ജില്ലയിലാണെന്ന് നോക്കുക, തട്ടേക്കാട് ഏത് ജില്ലയിലാണെന്ന് നോക്കുക, കുമരകം ഏത് ജില്ലയിലാണെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? പക്ഷി സങ്കേതങ്ങളാണ് അല്ലെ. അപ്പൊ ദേശാടന പക്ഷികൾ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഏതൊക്കെ ജില്ലയിലാണെന്ന് നിങ്ങൾ നോക്കി വെച്ചേക്കണം. ഓക്കെ, ഇനി ഡോക്ടർ സലീം അലിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ലോക പ്രസിദ്ധനായുള്ള ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു ആര്? ഡോക്ടർ സലീം അലി. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇനി ബേർഡ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ചോദിക്കാം. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള ആരുടെ പുസ്തകമാണ്? ഡോക്ടർ സലീം അലിയുടെ ആണ് അല്ലെ. ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? ഒരു കുരുവിയുടെ പതനം. ഏതാണ്? ഒരു കുരുവിയുടെ പതനമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ഓക്കെ, ഇനി നിങ്ങൾക്ക് മുട്ടയിടുന്ന കുറച്ച് ഇൻസെക്റ്റുകൾ, പ്രാണികൾ, ഉറുമ്പ്, പുൽച്ചാടി, ശലഭങ്ങള്, വണ്ട്, ഈച്ച, ഇതൊക്കെ പ്രാണികളാണ്. ഇനി മത്സ്യത്തിലേക്ക് വരുമ്പോൾ മത്തി, അയല, വരാൽ, മുഷി, ഗപ്പി ഇതൊക്കെ മുട്ടയിടുന്ന മത്സ്യങ്ങളാണ്. ഉരഗങ്ങള് അല്ലെങ്കിൽ റെപ്റ്റൈലുകള്, മുതല, പാമ്പ്, പല്ലി, അരണ, ഓന്ത് ഇതെല്ലാം എന്താണ്? മുട്ടയിടുന്നതാണ് കേട്ടോ. ഇനി നോക്കുക, സാൽമൺ മത്സ്യം. സാൽമൺ എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്. അതിന്റെ ആ ഒരു ഇതിനൊക്കെ നല്ല വിലയാണ് അല്ലെ. നമുക്കിപ്പോ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ ലുലു പോലത്തെ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് കിട്ടില്ല എന്ന് തോന്നുന്നു. കിട്ടുന്നവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലത്തെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഷ് ആണ് സാൽമൺ. നല്ല വിലയാണ് അതിന്. അപ്പൊ സാൽമൺ മത്സ്യത്തിന്റെ കഥയാണ് ട്ടോ. മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരു ഇനം മത്സ്യമാണ് ഇത്, സാൽമൺ. വേനൽക്കാലമാകുമ്പോൾ ഈ മത്സ്യങ്ങൾ പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. ഈ യാത്ര 2500 കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദിയിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, വെള്ളച്ചാട്ടങ്ങളും നദികളിലെ കുത്തൊഴുക്കുമൊക്കെ ഇവയുടെ യാത്രയ്ക്ക് തടസ്സമാവുന്നില്ല. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നദിയുടെ പ്രഭവ സ്ഥാനത്തെത്തി മുട്ടയിട്ട് കഴിയുന്നതോടുകൂടി അവ കൂട്ടത്തോടെ മണൽത്തിട്ടകളിൽ ചത്തൊടുങ്ങുന്നു. പിന്നീട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരികെ യാത്രയാകുന്നു. ഓക്കെ, ഇതാണ് സാൽമൺ. അപ്പൊ ഇങ്ങനെ ദേശാടനം ചെയ്തിട്ട് മുട്ടയിടുന്നതാണ് എന്ത്? സാൽമൺ എന്ന് പറയുന്ന മത്സ്യം. ഓക്കെ, അതിന്റെ ആ ഒരു കഥ അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി തവള, സാലമാൻഡർ, സിസീലിയൻ തുടങ്ങിയ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളുടെ പേരെന്താണ്? ഉഭയജീവികൾ ട്ടോ, ആംഫീബിയൻസ്. അപ്പൊ സാലമാൻഡർ ഒരു ആംഫീബിയൻ ആണ് അല്ലെങ്കിൽ ഉഭയജീവിയാണ്. സിസീലിയൻ തവള നമുക്ക് അറിയാം അല്ലെ. അപ്പൊ സാലമാൻഡറും സിസീലിയനും ഓർത്ത് വെച്ചിരിക്കുക. ഇത് പറയാൻ കാരണം നിങ്ങളുടെ ഓപ്ഷനില് ഇവയിൽ ഉഭയജീവി ഏതാണ് എന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിലെ പേരുകൾ നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ ചില ജീവികൾ നമുക്കറിയാം അല്ലെ. അത് മുട്ടയൊക്കെ വിരിഞ്ഞുണ്ടാകുമ്പോ അത് അതിന്റെ അമ്മേനെ പോലെ തന്നെ ഇരിക്കും അല്ലെ. ചില പക്ഷിക്കുഞ്ഞുങ്ങളെ നമുക്കറിയാം അത് അമ്മയുടെ പോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. അത് സൈസ് വലുതാവുന്നുള്ളൂ, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. എന്നാലും അത് ഏകദേശം ആ ഒരു മാതൃജീവിയോട് സിമിലർ ആയിരിക്കും അല്ലെ. പക്ഷെ ചിലത് എന്തായിരിക്കും, ഉണ്ടാകുമ്പോ അല്ലെ മുട്ട വിരിഞ്ഞു കഴിയുമ്പോ അതിന്റെ മാതൃജീവിയോട് സിമിലർ ആയിരിക്കില്ല. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മുടെ തവള അല്ലെ. തവളയുടെ കുഞ്ഞുങ്ങൾ നമ്മൾ എന്താ പറയാ, വാൽമാക്രികൾ അല്ലെ. അതിന്റെ ഷേപ്പ് നോക്കി ഇങ്ങനെയായിരിക്കും. അത് പിന്നെ നല്ല വ്യത്യാസമുണ്ട് അല്ലെ ഒരു തവളയുടെ ഫോമിലേക്ക് വരുമ്പോഴേക്കും. അപ്പൊ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, രൂപാന്തരണം, അതായത് മെറ്റാമോർഫോസിസ് എന്നാണ് ഇംഗ്ലീഷ് ടേം പറയുക. അപ്പൊ തവളയുടെ രൂപാന്തരണം എന്ന് പറയുമ്പോൾ മെറ്റാമോർഫോസിസ് ഓഫ് എ ഫ്രോഗ്. അപ്പൊ ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവയാണ് ലാർവകൾ. അപ്പൊ അതിന് നമ്മൾ എന്താ പറയാ, ലാർവകൾ അല്ലെ. കൊതുകിന്റെ ഒക്കെ നമ്മൾ ലാർവ എന്നാ പറയാറ്. നോക്കിയേ, കൊതുകിന്റെ കൂത്താടി എന്നാണ് നമ്മളെ കുഞ്ഞിതിന് പറയാ അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ തവളയുടെ ആണെങ്കിൽ വാൽമാക്രിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ, ടാഡ്പോൾ. ഓക്കെ, ഇംഗ്ലീഷ് വേണ്ടവർക്ക് ആ ടേം നോക്കിയെടുക്കാം. ടാഡ്പോൾ ആണ് കേട്ടോ. ഇനി കൂത്താടിയുടെ ഇംഗ്ലീഷ് ആണ് റിഗ്ലർ. WRIGGLER, റിഗ്ലർ എന്നാണ് പറയുക. കൊതുക് എന്താണ്, മോസ്കിറ്റോ ആൻഡ് ഇവിടെ ഫ്രോഗ്. ഓക്കെ, അപ്പൊ ഇതിന് പറയുന്നതാണ് ലാർവകൾ.
അപ്പൊ ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വിവിധ വളർച്ചാ ഘട്ടത്തിലൂടെ കടന്നുപോയി മാതൃജീവിയുടെ സാദൃശ്യം ഉള്ള രൂപങ്ങളായി മാറുന്നതാണ് രൂപാന്തരം. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റാമോർഫോസിസ് എന്ന് വിളിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഫ്രോഗ്, മോസ്കിറ്റോയുടെ ഒക്കെ മെറ്റാമോർഫോസിസ്. അതേപോലെ ചിത്രശലഭങ്ങൾ അല്ലെ, നമുക്കറിയാം ചിത്രശലഭങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലെ. അതിന്റെ ലാർവ സ്റ്റേറ്റിലൊക്കെ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാവോ? ഇല്ല. അതിന്റെ ചെറിയ സ്റ്റേറ്റുകൾ ഏതാണ്? പുഴുക്കളൊക്കെയാണ് അല്ലെ. പുഴുക്കളൊക്കെയാണ് മെറ്റാമോർഫോസിസിന് ശേഷം രൂപാന്തരണം പ്രാപിച്ച് ചിത്രശലഭങ്ങളാകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞിട്ടുണ്ടാകുന്ന കുഞ്ഞ് പുഴുവിനെ പോലെയാണ്. പൂമ്പാറ്റയുടെ രൂപാന്തരണത്തിൽ ലാർവ, പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമാണ് ശലഭം. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ആദ്യം നോക്കിക്കേ, ഒരു മുട്ട, മുട്ടയുടെ സെക്കൻഡ് സ്റ്റേജ് ആണ് ലാർവ, അതിനുശേഷം പ്യൂപ്പ, അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ചിത്രശലഭം. ഓക്കെ, ലാർവ, പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമാണ് ശലഭം ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, പ്യൂപ്പ എന്ന സ്റ്റേജ് ഏതിന്റെ മെറ്റാമോർഫോസിസിലാണ് വരുന്നത്? ഏതിന്റെയാണ്? ബട്ടർഫ്ലൈയുടെ അല്ലെ, അല്ലെങ്കിൽ ചിത്രശലഭങ്ങളുടെ മെറ്റാമോർഫോസിസിലാണ് പ്യൂപ്പ എന്ന സ്റ്റേജ് വരുന്നത്. ഓക്കെ, തേനീച്ച, പൂമ്പാറ്റ, തുമ്പി, കൊതുക്, ഈച്ച എന്നിവയിലൊക്കെ എന്ത് സംഭവിക്കും? രൂപാന്തരണം നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കറിയോ, കുഴിയാന എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. എന്താണ് കുഴിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കുഴിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു തുമ്പിയുടെ ലാർവയാണ്. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുഴിയാന എന്ന് പറയുന്നത് ഒരു തുമ്പിയുടെ ലാർവയാണ്. ഓക്കെ, കുഴിയാനയുടെ ഇംഗ്ലീഷ് ടേം ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഡൂഡിൽ ബഗ്. ഡൂഡിൽ ബഗ് എന്നാണ് കുഴിയാനയ്ക്ക് പറയാ കേട്ടോ. ഒരു ഇനം തുമ്പിയുടെ, അല്ലെങ്കിൽ തുമ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രാഗൺ ഫ്ലൈ ആണ്. ഡ്രാഗൺ ഫ്ലൈ. ഓക്കെ, ഇംഗ്ലീഷ് വേണ്ടവര് മാത്രം നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചാൽ മതി, നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ പരിചയം വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഡൂഡിൽ ബഗ് എന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്ലൈയുടെ ലാർവയാണ് കേട്ടോ. ഒരു ഇനം തുമ്പിയുടെ ലാർവയാണ് ഇത് കുഴിയാന എന്ന് പറയുന്നത്. ഓക്കെ, പ്യൂപ്പ എന്ന് പറയുന്ന ബട്ടർഫ്ലൈയുടെ മെറ്റാമോർഫോസിസ് രൂപാന്തരണത്തിൽ വരുന്ന ഒരു സ്റ്റേജ് ആണ് എന്നൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് കടലാമകൾ. കടലാമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. നോക്കിയേ, കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന് മണൽ മാന്തി കുഴിയുണ്ടാക്കിയാണ് കടലാമകൾ മുട്ടയിടുന്നത്. മനുഷ്യന്റെ ഇടപെടൽ മൂലം ഈ മുട്ടകൾ വൻതോതിൽ നാശം സംഭവിക്കുകയും കടലാമകൾ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നു. ഇവയെ സംരക്ഷിക്കുന്നതിന് പല സന്നദ്ധ സംഘടനകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ നോട്ട് ചെയ്യേണ്ടതാണ്, വനം വകുപ്പിനു കീഴിൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ചു പോരുന്നു. അപ്പൊ ചിലപ്പോ എക്സാമിന് ചിലപ്പോ ചോദിക്കും, മുതിയം വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരം ഏത് ജില്ലയിലാണ്? മുതിയം കടൽ തീരം ഏത് ജില്ലയിലാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ആകെ വണ്ടർ അടിക്കും അല്ലെ, ഇങ്ങനെ എന്താ ഇവര് ചോദിക്കുന്നത്? ആകാശത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെന്നൊക്കെയാണ് സ്റ്റുഡൻസ് എക്സാം കഴിഞ്ഞ് വരുമ്പോ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാ? SCERT ടെക്സ്റ്റ് ബുക്ക് അവർ വായിക്കാത്തോണ്ട് അങ്ങനെ തോന്നുന്നത് അല്ലെ. നോക്കിയേ, ചെറിയ ചെറിയ ഫാക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് എക്സാമുകൾക്ക് വലിയ വലിയ കാര്യങ്ങളായിട്ട് ചോദിക്കുന്നത്. അപ്പൊ എന്താണ്, മലപ്പുറം ജില്ലയിലാണ് മുതിയം കടൽ തീരം. അവിടെ എന്തിന്റെ സംരക്ഷണമായിട്ട് വരുന്നതാണ്? കടലാമകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പൊ PSC റാൻഡം ആയിട്ട് ആകാശത്തും മാനത്തും ഇടുന്ന ക്വസ്റ്റ്യൻ അല്ല, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കും. ഓക്കെ, അടുത്തതാണ് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവ. അപ്പൊ അവയ്ക്ക് എന്താ നമ്മൾ പറയുക? അവയ്ക്ക് പറയുന്നതാണ് സസ്തനികൾ. സസ്തനികൾ. നോക്കിയേ, പൂച്ച, മുയല്, പശു, ആട് തുടങ്ങിയ ജീവികൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ്. അവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സസ്തനികൾ അല്ലെങ്കിൽ മാമൽസ് എന്ന് വിളിക്കും. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. ഓക്കെ, സസ്തനികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു. ഓക്കെ, പിന്നെ ശരീരത്തിൽ രോമങ്ങളുണ്ട്, പിന്നെ ചെവിക്കുടയുണ്ട്, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പിന്ന എന്നാണ് കേട്ടോ. പിന്ന. ഓക്കെ, അവർക്ക് എന്തുണ്ട്? പ്രസൻസ് ഓഫ് പിന്ന അല്ലെങ്കിൽ ചെവിക്കുടയുണ്ട്. ഓക്കെ, ഇത്രയാണ് സസ്തനികളുടെ പ്രത്യേകത. ഇനി സസ്തനികളിൽ ഏറ്റവും പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നതാണ് വവ്വാൽ അല്ലെ. എന്താണ്? പറക്കുന്ന സസ്തനിയാണ് എന്ത്? വവ്വാൽ എന്ന് പറയുന്നത്. ഓക്കെ, ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് ഇവയെ പറക്കാൻ സഹായിക്കുന്നത്. പക്ഷികളെ പോലെ തോന്നുമെങ്കിലും ഇവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ്. പൊതുവെ പക്ഷികളെല്ലാം മുട്ടയിടുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്നാല് മാമൽസിൽ വരുന്നതാണ് ഏത്? ഈ പറയുന്ന വവ്വാൽ അല്ലെങ്കിൽ ബാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തത് സസ്തനികളിൽ മുട്ടയിടുന്നവയുണ്ട്. അപ്പം പൊതുവെ സസ്തനികൾ എല്ലാവരും തന്നെ എന്താണ്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു എന്നിട്ട് പാലൂട്ടി വളർത്തുന്നു എന്നാണ് അല്ലെ. ഇനി സസ്തനികളിൽ മുട്ടയിടുന്നവയും ഉണ്ട്. അപ്പൊ നോക്കിയേ, പ്ലാറ്റിപ്പസ്, എക്കിഡ്ന, ഇത് രണ്ടും ഓർത്തു വെച്ചിരിക്കുന്ന പേര്. സസ്തനികളിൽ പൊതുവെ പ്രസവിക്കുകയാണെങ്കിലും മുട്ടയിടുന്ന ചിലതും ഇക്കൂട്ടത്തിലുണ്ട്. പ്ലാറ്റിപ്പസും എക്കിഡ്നയും മുട്ടയിടുന്ന സസ്തനികളാണ്. എക്സെപ്ഷൻ ആണ് മുട്ടയിടുന്ന സസ്തനികൾ. പറക്കുന്ന സസ്തനിയാണ് ബാറ്റ് അല്ലെ, അതും എന്താണ് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നു. ഇത് പ്ലാറ്റിപ്പസും എക്കിഡ്നയും മുട്ടയിടുകയാണ്, പക്ഷെ അവ പിന്നീട് എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തും. ഓക്കെ, ഇതൊക്കെ എക്സെപ്ഷൻസ് ആണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി എത്രയേ ഉള്ളൂ. ഇനി ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ടേമുകൾ ശ്രദ്ധിച്ചോളാം. വിവി പാരസ് എന്നൊരു ടേം ഉണ്ട്. വിവി പാരസ് ആൻഡ് ഓവി പാരസ്. ഓവി പാരസ്. ഓക്കെ, ഇത് നമ്മുടെ മലയാളത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനില്ല. വിവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാമൽസുകളാണ് കേട്ടോ. മാമൽസ്, അതായത് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ശരീരത്തിനുള്ളിൽ ബർത്ത് നൽകുന്നവയാണ്. ഒവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിടുന്നവയാണ് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, ആ ടേമുകൾ ഇംഗ്ലീഷിൽ വേണ്ടവര്. ഓക്കെ, പിന്നെ അടുത്ത നോക്കിക്കോളൂ, ഇമ്പോർട്ടന്റ് ആണ്. ശരീരം മുറിഞ്ഞാലും പുതിയ ജീവി. നോക്കിയേ, പ്ലനേറിയ എന്ന് പറയുന്ന ഒരു തരം ജീവി ഉണ്ട്. അതിന്റെ ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മണ്ണിര, അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഇവയുടെ പ്രത്യേകത എന്താണ്, എന്നിവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായി മാറും അല്ലെ. ഒരു മണ്ണിരേനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചാല്, അതായത് തൂമ്പയൊക്കെ എടുത്ത് വെട്ടുകൊണ്ടാൽ അതിന് കുഴപ്പമില്ല, കാരണം മണ്ണിരയിൽ ആ മുറിഞ്ഞത് മറ്റ് ഓരോ ജീവികളായിട്ട് ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് പ്ലാനേറിയ. ഓക്കെ, ഓർത്തു വെക്കുക. ഇനി പ്രസവിക്കുന്ന അച്ഛൻ അല്ലെ, പൊതുവെ എന്താണ്, പെണ്ണ് ആ ഒരു ഇതിൽ വരുന്നതാണ്. ഇത് ഫീമെയിൽസ് ആണ്, എന്തിന്റെയും ഫീമെയിൽസ് ആണ് പ്രസവിക്കുന്നത്. എന്നാൽ പ്രസവിക്കുന്ന അച്ഛൻ ഏതാണ്, കടൽ കുതിര. ഓർത്തു വെക്കണേ, മത്സ്യത്തിന്റെ വർഗത്തിൽപ്പെട്ട 7 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ജീവിയാണ് കടൽ കുതിരകൾ. പെൺകടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽ കുതിരയുടെ ഉദരഭാഗത്തെ സഞ്ചിയിൽ സൂക്ഷിച്ചു വെക്കുന്നു. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ എന്താ സംഭവിക്കുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകടൽ കുതിരകള് ഇടുന്ന മുട്ടകൾ അവർ സൂക്ഷിക്കുന്നത് ആണുങ്ങളുടെ ഉദരഭാഗത്താണ്. അവിടെ ഒരു സഞ്ചി ഉണ്ട്, അതിനകത്താണ്. 40 ദിവസത്തിന് ശേഷം ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സഞ്ചിയിൽ നിന്ന് പുറത്തു വരുന്നു. ആൺകടൽ കുതിര പ്രസവിക്കുന്നത് പോലെ തോന്നുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, ആക്ച്വലി അത് സ്റ്റോർ പോലെയാണ് വിൽക്കുന്നത്, എങ്കിലും പ്രസവിക്കുന്ന അച്ഛൻ എന്ന് നമുക്ക് കളിയാക്കി പറയാം. എന്തിനെ, കടൽ കുതിരേനെ. ഓക്കെ, ഇനി സഞ്ചി മൃഗങ്ങൾ. നിങ്ങൾക്ക് അറിയാലോ, കങ്കാരൂസ് അല്ലെ. സഞ്ചി മൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത്. ഓർത്തു വെക്കണം, എവിടെയാണ്, ഓസ്ട്രേലിയയിലാണ്. കടൽ കുതിരയുടെ ഇംഗ്ലീഷ് സീ ഹോഴ്സ് ആണ്. ഓക്കെ, കങ്കാരു. ഓക്കെ, സഞ്ചി മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഇംഗ്ലീഷ് ആണ് മാർസുപ്പിയൽസ്. MARSUPIAL, അല്ലെങ്കിൽ പൗച്ച്ഡ് മാമൽ. പൗച്ച്ഡ് എന്ന് വെച്ചാൽ എന്താണ്, സഞ്ചി ഉള്ളതുകൊണ്ട് കേട്ടോ. പൗച്ച്ഡ് മാമൽ അല്ലെങ്കിൽ മാർസുപ്പിയൽ എന്ന് പറയും. ആൻഡ് ഇത് എവിടെയാ കാണപ്പെടുന്നത്, ഓസ്ട്രേലിയയിലാണ്. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിലുള്ള ഒരു സഞ്ചിയിലാക്കിയാണ് ഇവ പരിപാലിക്കുന്നത്. അടുത്ത, പ്രസവിക്കുന്ന ഒരു പാമ്പ് അല്ലെ. പാമ്പുകളിൽപ്പെട്ട അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ്. ഇവയുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അണലിപ്പാമ്പ് പ്രസവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. കുഞ്ഞുങ്ങൾ പുറത്തു വന്ന ശേഷം അണലി അവയെ ഒട്ടും പരിപാലിക്കുന്നില്ല. അപ്പൊ ഇത് ശ്രദ്ധിക്കണം, അണലിയുടെ മുട്ട ആക്ച്വലി അതിന്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് വിരിഞ്ഞു പുറത്തേക്ക് വരുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നോക്കുക, പവിഴപ്പുറ്റുകൾ അല്ലെങ്കിൽ കോറൽസ് അല്ലെ. എന്താണ്, കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന പവിഴപ്പുറ്റുകൾ കടലിനടിയിലെ പൂന്തോട്ടങ്ങളെ പോലെ കാണുന്ന ജീവിവർഗമാണ് അല്ലെ. കടലിലെ മഴക്കാടുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന എന്തിനെയാണ്, പവിഴപ്പുറ്റുകളെ. വിവിധ ഇനം കടൽ ജീവികളുടെ വാസകേന്ദ്രം കൂടിയാണിവ. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാനും പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും പ്രയോജനപ്പെടുത്തുന്ന പവിഴപ്പുറ്റുകൾ ഇവിടെ വംശനാശന ഭീഷണി നേരിടുകയാണ്. ഇവയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായി 1997, 2008 അല്ലെ,
1997, 2008 എന്നീ വർഷങ്ങൾ പവിഴപ്പുറ്റ് വർഷമായി ആചരിക്കുകയുണ്ടായി. അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ എക്സാമിന് കണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഇത് ഇവർ ഏത് കൊല്ലത്തെ ക്വസ്റ്റ്യൻസാ ചോദിക്കുന്നത് അല്ലെ. പക്ഷെ ഇതൊക്കെ നമ്മുടെ SCERT-യിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതാണെന്ന് നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ എവിടെയാണ്? ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ്. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ എവിടെയാണെന്നൊന്നും ആയിരിക്കില്ല ചോദിക്കുക, വെറുതെ അങ്ങ് ചോദിക്കും ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകളാണ്. ഓക്കെ, ലക്ഷദ്വീപുകളിൽ പവിഴപ്പുറ്റുകൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കിയിരിക്കുക. ഓക്കെ.